അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് ഗവർണറുടെ ഓർഡർ കിട്ടിയത്. ഇന്ന് 27-ാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ തന്നെ മണ്ണുത്തിയിലുള്ള ഡയറി സയൻസ് കോളേജിലെ ഓഫീസിൽ ക്യാമ്പ് ഓഫീസിൽ ചാർജ് എടുത്തിട്ടുണ്ട്. ഗവർണർ ഓഫീസിലേക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗവർണറെ കാണാനൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഗവർണറിനെ കണ്ട ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത കാര്യം, ഈ സംഭവത്തെ നിങ്ങൾക്കറിയാവുന്ന പോലെ 2 വൈസ് ചാൻസലർമാർ ഈ 20 ദിവസത്തിനുള്ളിൽ മാറ്റപ്പെട്ടതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CBIക്ക് അന്വേഷണം പോയിട്ടുണ്ട്, ഗവർണറുടെ ഭാഗത്തു നിന്നും ജുഡീഷ്യൽ അന്വേഷണം പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം ഈ ആഴ്ച തന്നെ തുടങ്ങുമെന്നാണ്. CBIയുടെ ചിലപ്പോൾ കുറച്ച് വൈകിയായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ 2 അന്വേഷണങ്ങൾക്കും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും ഒരു ഇൻ്റർഫറൻസും ഉണ്ടാവില്ല. എല്ലാ സപ്പോർട്ടിംഗ് മെക്കാനിസവും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായിട്ടും സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ്. 2 വൈസ് ചാൻസലർമാരും എൻ്റെ അധ്യാപകരും കൂടിയായിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ എല്ലാ സപ്പോർട്ടും കൊടുക്കും. എനിക്കറിയാം, കേരള സമൂഹ മനസ്സാക്ഷിയെ തന്നെ ചോദ്യം ചെയ്ത ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അന്വേഷണം പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് ഈ 2 അന്വേഷണങ്ങൾക്കും വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്താ പറയുക, നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും എന്ന് ഉറപ്പാക്കും. ഗവർണർ ഓഫീസായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ആഴ്ച തന്നെ ഗവർണറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ അപ്പോയിൻമെൻറ്റ് ഗവർണറെ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടായിരിക്കും ഞാൻ പൂക്കോട്ടിക്ക് പോകുന്നത്. അല്ല, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നില്ല. തീർച്ചയായിട്ടും അവിടെ ചെന്നിട്ട് പരിശോധിക്കും. നിങ്ങളൊക്കെ ഇനിയും കാണും. മീഡിയനെ കാണാനൊരു വിഷമവുമില്ല. കാര്യങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാവും. മീഡിയയാണ് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും പുറത്തു കൊണ്ടുവരുന്നത്. ഉറപ്പായിട്ടും മീഡിയയുടെ കൂടെ ഉണ്ടാവും. ആ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അല്ല, എനിക്കിപ്പോൾ ഒരു ചലഞ്ചായിട്ട് തോന്നുന്നത്, അത് കുറച്ച് കാലമായിട്ട് വെറ്ററിനറി യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ട്. അതൊരു ഭാഗത്ത്. ഇനിയിപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും വരുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന അവിടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു മാനസിക സംഘർഷമുണ്ട്. തീർച്ചയായിട്ടും അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെപ്പറ്റി ആലോചിക്കും. അതിന് മുൻഗണന കൊടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് നോക്കുക എന്നുള്ളത് ഒരു VC എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അതിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അല്ല, അങ്ങനെ ഒരു ഉന്നതനായ വ്യക്തിയുടെ വല്ല ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ അങ്ങനെ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ നടപടി അതിലേക്ക് തന്നെ വരും. അതിനെതിരെ നടപടി ഉണ്ടാവും. നിഷ്പക്ഷമായിരിക്കും. അല്ല, അത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ 2-3 അന്വേഷണം ഒരു ക്യാമ്പസിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ 2 മാസമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ മൊറൽ ബൂസ്റ്റ് ചെയ്യാനും എന്തൊക്കെ ചെയ്യേണ്ടി വരും. അതും അതിൻ്റേതായ രീതിയിൽ നോക്കേണ്ടി വരും. നമ്മൾ പ്രശ്നത്തെപ്പറ്റി ഞാനിപ്പോൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു ടോപ്പിക്കായ കാരണം ഇനി 2 അന്വേഷണം നിൽക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടിയൊരു അഭിപ്രായം വരുന്നത് ശരിയല്ല.